ശ്രീ എം ജയചന്ദ്രൻ, നമ്മളിവിടെ കാര്യമായി പരിശോധിക്കുന്നത് ഈ വിവാദത്തിന് പിന്നിലെ രാഷ്ട്രീയമാണ്. ഇതിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. SFI എന്ന സംഘടനയെ പാടെ നിരോധിച്ചു കളയാം എന്നുള്ള രീതിയിൽ ഗവർണർ അടക്കം ഇവിടെ തെരുവ് പ്രകടനം നടത്തുന്ന കാഴ്ച കാണുന്നു. ഈ SFI PFIയുമായി ബന്ധമുണ്ട്. PFI നിരോധിത സംഘടനയാണ്. അതുകൊണ്ട് PFIയെ നിരോധിച്ച രീതിയിൽ തന്നെ SFIയെ നിരോധിക്കണമെന്നുള്ള വാദം മുന്നോട്ട് വയ്ക്കുന്നു. ജന്മഭൂമി സംഘപരിവാറിന്റെ മുഖപത്രമാണ്, BJPയുടെ മുഖപത്രമാണ്. ഇന്ന് ജന്മഭൂമി മുഖലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. SFIയെ നിരോധിക്കണം. SFIയെ അവർ തുലനം ചെയ്യുന്നത് ആഗോള ഭീകര സംഘടനകളായ താലിബാനോടും ISISനോടുമാണ്. എങ്ങനെ പോകുന്നു ഇവരുടെ കയ്യിലിരിപ്പ്? നീലിമ, ഈ പ്രശ്നത്തില് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒരു പൊതുബോധ നിർമ്മിതി ഉണ്ടാവേണ്ടതുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഇത് 6-മത്തെയോ 7-മത്തെയോ ചാനൽ ചർച്ചയാണ് ഈ സിദ്ധാർത്ഥന്റെ ദാരുണമായ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ പങ്കെടുക്കുന്ന ചർച്ചകളിൽ 6-മത്തെയോ 7-മത്തെയാണ് ഇത്. ഇതില് പൊതുവായി വരുന്ന ചില പ്രശ്നങ്ങൾ ഞാൻ ആദ്യം മുതലേ പറയുന്നത്, ഇപ്പോഴും ഞാനത് അത് തന്നെ പറയും കേട്ടോ. കാരണം ഈ വിഷയത്തിൽ ഈ സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷം നമ്മുടെ കേരളത്തിൽ വലിയൊരു പ്രതിരോധം അക്കാര്യത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മാധ്യമങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ അതിനെ അങ്ങനെ അക്നോളജ് ചെയ്യുന്ന ആളാണ്. മാധ്യമങ്ങൾ ആ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് ആർഷോ പറഞ്ഞതുപോലെ തന്നെ അത് അനലൈസ് ചെയ്യപ്പെടേണ്ടതുമുണ്ട്. ആ രണ്ട് വിഷയങ്ങളുമുണ്ട്. ഇപ്പൊ ഇവിടെ ഈ പൂക്കോട് ഈ കോളേജിൽ, വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം നിലനിൽക്കുന്ന ക്യാമ്പസ് ആണോ അത്? അല്ലല്ലോ. SFI ആയിട്ട് ഏതെങ്കിലും ഒരു ഇഷ്യൂ ടേക്കപ്പ് ചെയ്തിട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്ന ഒരു സാഹചര്യം സമീപ നാളുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ ഈ പറയുന്ന ദാരുണമായി മരിച്ച അകാലത്തിൽ മൃത്യുവിന് ഇരയാകേണ്ടി വന്ന സിദ്ധാർത്ഥിന് SFIയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഈ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇതിനൊന്നും നമുക്ക് അല്ല ഇല്ല എന്നാണ് ഉത്തരം കിട്ടുന്നത്. പക്ഷേ ഇപ്പോ നീലിമ ചോദിച്ചതുപോലെ തന്നെ BJPയുടെ മുഖപത്രത്തിൽ ജന്മഭൂമിയിൽ അതിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ കാവാലം ശശികുമാർ SFIയെ നിരോധിക്കണം എന്ന് പറഞ്ഞാണ് എഡിറ്റ് പേജ് ലേഖനം എഴുതിയിരിക്കുന്നത്. അത് തന്നെയാണ് പലതരത്തിലും പ്രതിപക്ഷത്തിലെ നേതാക്കളെല്ലാം ആവർത്തിക്കുന്നത്. ഇപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത് ആൾക്കൂട്ട കൊലപാതകമാണ്. അത് തന്നെയാണ് PTIയുടെ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞത്. നേരത്തെ തന്നെ ഒരു ചാനൽ ചർച്ചയിൽ, ഞാൻ കൂടെ പങ്കെടുത്ത ചാനൽ ചർച്ചയിൽ വസന്ത് ഇത് തന്നെ പറയുന്നുണ്ടായിരുന്നു, മോബ് ലിഞ്ചിങ്. എനിക്ക് തർക്കമുള്ളത്, വിയോജിപ്പുള്ളത് അവിടെ തന്നെയാണ്. ഈ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറഞ്ഞാൽ എന്താണ്? അതെങ്കിലും മിനിമം ഈ പറയുന്നവർക്ക് ഒരു ധാരണ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ക്യാമ്പസിൽ ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഹലോ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന PTA പ്രസിഡന്റിന്റെ ശ്രദ്ധയിലേക്കാണ്. അതെ, തീർച്ചയായിട്ടും അതെ. ഈ ആൾക്കൂട്ട കൊലപാതകം എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തിന് പ്രത്യേകിച്ചൊരു മുഖമൊന്നുമില്ല, ഏതെങ്കിലും ഒരു വിഭാഗവുമല്ല, പല വിഭാഗങ്ങളാണ്. വിവിധ തലങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഒരു വിഭാഗമാണ് ആൾക്കൂട്ടം എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ആൾക്കൂട്ടം വന്നിട്ട് തല്ലിക്കൊല്ലുമായിരുന്നോ ഇവിടെ സംഭവിച്ചത്? അങ്ങനെയല്ലല്ലോ. അപ്പൊ അതിനൊക്കെ അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. ഞാനത് തുടക്കം മുതലേ പറയുന്നത്, ഇപ്പോഴും ഞാൻ പറയുന്നത്, റാഗിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതെന്നുള്ളതാണ്. അന്നേരം ഒരു ചാനൽ ചർച്ചയിൽ അറിയാമല്ലോ, പ്രധാനപ്പെട്ട ഒരു അവതാരകൻ, എന്തിനും ക്ഷോഭിക്കുന്ന ഒരു അവതാരകനുണ്ടല്ലോ, ഞാൻ പേര് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിനോട് ചോദിച്ചത്, 1-ാം വർഷം ഇല്ലാത്ത റാഗിങ് 2-ാം വർഷം ഉണ്ടായെന്ന് പറഞ്ഞാൽ എങ്ങനെ ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞതിന് ഞാനല്ല മറുപടി പറഞ്ഞത്. ആ ചർച്ചയിൽ തന്നെ ഈ മരിച്ചുപോയ സിദ്ധാർത്ഥിന്റെ അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ പറയുന്ന പോലല്ല അക്കാര്യത്തിൽ ഉള്ള വസ്തുത. ഇവിടെ ആ കോളേജിൽ 1-ാം വർഷത്തിൽ ഹോസ്റ്റലിയേഴ്സ് താമസിക്കുന്നത്, ഹോസ്റ്റലിൽ താമസിക്കേണ്ടത്, വിദൂരങ്ങളിൽ നിന്ന് വരുന്നവര് താമസിക്കുന്നത് പൂക്കോട് 20 കിലോമീറ്റർ അകലെയുള്ള കൽപ്പറ്റയിലെ ഒരു ഹോസ്റ്റലിലാണ്. കോളേജ് ഹോസ്റ്റലിലല്ല, കോളേജ് ക്യാമ്പസിലെ ഹോസ്റ്റലിലല്ല. 2-ാം വർഷം മുതലേ കോളേജ് ഹോസ്റ്റലിലേക്ക് അവർക്ക് വരാൻ അവകാശവും അനുവാദവും ഉള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ റാഗിങ്ങിന്റെ എലമെന്റ് അവിടെ ഉണ്ട്. അവിടെ കോളേജിൽ 2-ാം വർഷം താമസിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണെന്ന് പറയുന്നത് ജയപ്രകാശാണ്. ജയപ്രകാശ് സിദ്ധാർത്ഥിന്റെ അച്ഛനുമാണല്ലോ.
ഞാനത് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഈ SFIയെ മാത്രം, SFIയുടെ പുറത്ത് മാത്രം കുതിര കയറാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നം വരുന്നത് ഇത് SFIയുടെ ഒരു പ്രശ്നമാണോ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. റാഗിങ്ങിന്റെ പ്രശ്നമാണെങ്കിൽ റാഗിങ്ങിന്റെ പ്രശ്നമായിട്ട് കാണണം. അതിൻ്റെ അകത്തുള്ള കുറ്റവാളികൾ, ഇപ്പൊ ആഷോ പറഞ്ഞതുപോലെ ആരോപിച്ചത് ശരിയോ തെറ്റോ എന്നുള്ളത് വസന്ത് പറയുന്നു, അല്ല എന്ന് പറയുന്നു. ആയിക്കോട്ടെ, അല്ല ആയിക്കോട്ടെ. മറ്റേ ഈ പ്രതി, ഒന്നാം പ്രതി, അയാൾ യൂത്ത് കോൺഗ്രസിന്റെ ആളാണെന്ന് പറയുന്നു. അത് അങ്ങനെ കാര്യങ്ങളെ അങ്ങനെ കാണുന്നതിന് പകരം അയാളെ യൂത്ത് കോൺഗ്രസ്സുകാരനാക്കി ബ്രാൻഡ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പലതരത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അത് റാഗിങ്ങിന്റെ എലമെന്റ് ആണ് അതിനകത്ത് കൂടുതലും നിൽക്കുന്നത്. അപ്പൊ എന്താണ് ആന്റി റാഗിങ് സെൽ എന്ന് പറയുന്ന ചുമതല? ആന്റി റാഗിങ് സെല്ലിന്റെ ചുമതല വരുന്നത് അത് ഒറിജിനേറ്റ് ചെയ്യുന്ന സുപ്രീം കോടതി 2009 വിധിയാണ്. അത് തന്നെ 2009 തന്നെ UGC ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ ക്യാമ്പസുകളിലേക്കും ആന്റി റാഗിങ് സെല്ല് വരികയാണ്. ഇവിടെ സിദ്ധാർത്ഥന്റെ പഠനത്തിലും ആന്റി റാഗിങ് സെല്ലിന്റെ റിപ്പോർട്ടാണ് പിന്നീട് പോലീസും ആധാരമാക്കുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിയൂ. എന്നിട്ട് അത് ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുമ്പോഴത്തേക്ക് വരുന്ന എന്താണെന്നറിയാമോ? ഇത് റാഗിങ്ങിന്റെ പെർവ്യൂവിൽ വന്നാലേ ഇവർക്ക് 3 വർഷത്തേക്ക് ഇവരെ ഡീബോർ ചെയ്യാൻ കഴിയൂ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, നടക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ കേസിനെ ദുർബലപ്പെടുത്താൻ ഈ ദീർഘകാലാടിസ്ഥാനത്ത് നോക്കുമ്പോൾ കേസിനെ ദുർബലപ്പെടുത്താൻ ഇത്തരം വാദങ്ങൾ സഹായിക്കൂ. താൽക്കാലിക രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അത് മോബ് ലിഞ്ചിങ് ആണ്, ആൾക്കൂട്ട കൊലപാതകം എന്നൊക്കെ പറഞ്ഞ് വാചകം അടിക്കാം എന്നുള്ളതിൽ കവിഞ്ഞ് ഇതിന്റെ അകത്ത് വരേണ്ടത് കൃത്യമായും റാഗിങ് എന്നുള്ള എലമെന്റ് ആണ്. അത് പൊതുവായിട്ടുള്ള തിന്മയാണ്. ആ തിന്മയിൽ ഒരാളെയും ഒരു സംഘടനയും അതിൻ്റെ അകത്ത് രക്ഷപ്പെടുത്തി മാറ്റി നിർത്തേണ്ടതില്ല. ഒരു സംഘടനയും ക്രൂരമായി ഉൾപ്പെടുത്തേണ്ടതുമില്ല. ആരൊക്കെ പങ്കെടുക്കുന്നോ അവരെല്ലാം കുറ്റവാളികളാണ്. അതിനാ സംഘടന ഉത്തരവാദിയാണെന്ന് പറയുന്നത് ആ കടുത്ത ഈ വസ്തുതയെ തമസ്കരിക്കലുമാണ്. ആ SFI സംഘടനയല്ല ഇവിടെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. അതിൽപ്പെട്ട 4 പേര് ആഷോ പറയുന്ന പോലെ പുറത്താക്കിയെന്ന്, വസന്ത് പറയുന്നു ഇല്ല സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അതൊക്കെ തെളിയിക്കപ്പെടട്ടെ. പക്ഷേ അവർക്ക് നടപടി എടുക്കാനുള്ള പ്രാഥമിക കർമ്മം നിർവഹിക്കേണ്ട ആ സംഘടന അത് ചെയ്തിട്ടുണ്ട് എന്ന് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. സംഘടനാ തലത്തിൽ മാത്രമല്ല നിയമപരമായ നടപടികളും അവർക്കെതിരെ പൂർത്തിയായിട്ടുണ്ട്. നിയമപരമായിട്ടുണ്ട്.